ഹലോ ഡിയേഴ്സ്, ഇവിടെ ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും അമ്മമ്മയും വിചാരിച്ചു ഇന്ന് ഉച്ചക്കത്തേക്ക് അയ്യോ ചൂലെടുത്തതാ വരുന്ന അയ്യയ്യേ. അപ്പം ഞങ്ങൾ വിചാരിച്ചു നല്ല മഴയൊക്കെയല്ലേ, ഒന്നും പറയാൻ സമ്മതിക്കില്ല. ഞാനും അമ്മമ്മയും വാമിക്കുട്ടിയും മാത്രമേ വീട്ടിലുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് കേട്ടോ, അല്ലേ? ഇവിടുന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാം. അപ്പം എനിക്ക് പൊതിച്ചോറ് ഞാൻ അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് നോക്കിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ വാമിക്കുട്ടി അമ്മമ്മയും ഞാനും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം ഞങ്ങൾക്ക് 3 പൊതിച്ചോറ് മതി, അല്ലേ? അപ്പം നല്ല അയിലയൊക്കെ ഉണ്ട്, അയിലയൊക്കെ വറുത്തിട്ട് നല്ല അടിപൊളി ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം എല്ലാവരും പോന്നോളൂ, നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഒരു മുക്കോത്തി കൊണ്ടുവരാനുണ്ട് വീടിൻ്റെ വീട്ടിലേക്ക്. അപ്പൊ ഓള് ദിവസേന കൊണ്ടുവരും പല പല മീനും. അത് ഇഷ്ടമുള്ളത് നമുക്ക് ഭാര്യ തരുമ്പോ തരിക. ശരി, ഇഷ്ടം പോലെ. എത്ര രൂപയ്ക്ക് അന്നൊക്കെ മീൻ വാങ്ങിക്കാം? 2 മുക്കാല് 1 മുക്കാല് 1.25 ഉറുപ്പിക്കോ? എത്ര മീൻ കിട്ടും? തോനെ കിട്ടും. ഒരു പാത്രം കൊണ്ടുപോയാൽ നിറയെ കിട്ടും. മീനോ? മീനൊക്കെ മീൻ ഇഷ്ടം പോലെ. അതുകൊണ്ട് വേറൊരു പച്ചക്കറി വെച്ചാലും ആർക്കും വേണ്ട. മീന് പണ്ട് കവറിലല്ലല്ലോ, അതേപോലെ മറ്റേ ഇതിലല്ലേ ഉണ്ടാവുക? ഒരു പണ്ട് ഈ ഈണുമ്പിൽ കോത്ത് തരും ആദ്യമൊക്കെ. മത്തി അയിലൊക്കെ അതായത് നമ്മുടെ ഓലേന്റെ ഈടില് അതിന്റെ അത്തിട്ടാ കോത്തിട്ടാ കൊണ്ടുവരിക. അല്ലെങ്കിൽ ഈ പച്ചോല എന്റെ ഓല ഉണ്ടാവും, പച്ചോല അതിന്റെ അകത്ത് ഇട്ട് തരും. പിന്നെയാണ് കവറായി. അല്ല, ഒരു ഇല ഉണ്ടാവില്ല മമ്മ? എന്തിന്റെ ഒരു ഇലയിൽ ഇങ്ങനെ തരല്ലേ? അത് ഒരു ഉപ്പൂട്ടിയല, തേക്കിന്റെ ഇല. അത് ഈ മാപ്പിളമാര് വീട്ടിന്റെ അടുത്ത് കൂടെ ചുറ്റുപാടും പൂട്ടിയരിയും തേക്കിന്റെ അരിയും ചോടയാ ഉണ്ടാവുക. ഒരിക്കൽ പടയ്ക്കാം, ഒരിക്കൽ ആവശ്യമുള്ളത് ഒടിച്ചു കൊണ്ടുപോകും. അത് ശരി. അന്ന് നല്ല നിലാവാ വിളക്ക്. അന്ന് ലൈറ്റൊന്നും കുറവാ, ലൈറ്റൊന്നും ഇല്ല ആ കാലത്തൊന്നും. പിന്നെ ലൈറ്റ് വന്നത്. പിന്നെ ചിമ്മിണി വിളക്കല്ലേ കത്തിക്കുക? ചിമ്മിണി വിളക്ക് റാന്തല്. അന്ന് റാന്തലാ. അത് ശരി. കൊല കത്തിക്ക റാന്തലാ. അത് ശരി. പിന്നെ ഒരു കൊയില് വിളക്ക് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. ഞങ്ങളെന്താ ചെയ്യാറിയോ, ഞങ്ങൾ 5-8 മക്കളില്ലേ. അപ്പൊ അമ്മയും അടയനും ഒക്കെ ഞങ്ങൾക്ക് പാത്രത്തില് വെച്ച് തന്നാൽ നല്ല നിലാവാ. ആ നിലാവത്ത് മുറ്റത്ത് ഒരു പുല്ലായി ഇടും ഞങ്ങൾ. നല്ല തളിച്ചിട്ട മിറ്റ. പശുവും കറുവൊക്കെ ഉള്ളതിനെ കൊണ്ട് തളിച്ചിടും. അവിടെ ഇരുന്ന് നിലാവത്ത് കഴിച്ചു ചോറും മീനും. പിന്നെ പൂള. പച്ചക്കറി ഒന്നും ഉണ്ടാക്കൂല? പച്ചക്കറി ആർക്കും വേണ്ട, ബാക്കിയാ പണ്ടൊക്കെ. ഇങ്ങനത്തെ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കും. ഞങ്ങൾക്ക് ആർക്കും വേണ്ട പച്ചക്കറി. പിന്നെ അത് കഴിച്ചാലാണ് ഞങ്ങൾക്ക് ഇഷ്ടം. മീൻകറിയാണ് ഇഷ്ടം. അതന്നെയാണ് എനിക്കും കിട്ടിയത്, മീനാണ് ഇഷ്ടം. അത് അന്നത്തെ കാലത്തൊരു ഭയങ്കര ഒരു എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹവുമാണല്ലോ അമ്മമ്മേ അന്നൊക്കെ. തോന്നണം കളിയും ചെയ്തി അങ്ങനെ ചേച്ചിയൊന്നും പറയൂല. രമ്യ അമ്മയൊന്നും അമ്മമാരൊന്നും ആരും ഒന്നും പറയൂല. ഇഷ്ടം പോലെ കളിക്കാം. ഏട്ടന്മാരും ഞങ്ങൾ 3 തലമുറ മക്കള്. എല്ലാരും ഒരുമിച്ചാ താമസിച്ചത്. കൂട്ടുകുടുംബാണ് അല്ലേ? അടിപൊളി. അങ്ങനെയാണ് മീൻ കിട്ടുന്നത് ഇഷ്ടം പോലെ. അത് മുറിക്കാൻ തന്നെ 2 ആൾ വേണോ? എന്താ കൊറേ മീനുണ്ടാവും, എല്ലാവർക്കും വേണ്ടേ? അത് ശരിയാ, അത് ശരിയാ. പിന്നെ എന്റെ അച്ഛനൊക്കെ വരുന്ന സമയത്ത് മിലിറ്ററിയിലായിട്ട് അച്ഛനും പിന്നെ ഇളയമ്മേന്റെ ഭർത്താവൊക്കെ വരുമ്പോ പിന്നെ അതിന് വേറെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ കുറച്ചും കൂടെ നല്ല സംഭവം ഉണ്ടാക്കണം. അത് ശരി. അല്ലെങ്കിൽ നിങ്ങള് മീൻ പത്തതും വെച്ചതും. അത് മത്തിയല്ല, ആകുവരി, ഏട്ട മുട്ട കൊറേ കൊണ്ടുവരും. ഇപ്പൊ കിട്ടാല്ലേ ഏട്ടമുട്ട? കൊറേ കാലം വരും, ഇപ്പം കുറച്ചായിട്ടില്ല. നല്ല ടേസ്റ്റ് അല്ലേ ഏട്ടമുട്ട? പ്രാവ്, അമ്മമ്മ ഏട്ടമുട്ട നല്ല ടേസ്റ്റ് അല്ലേ? പ്രാവ്, തെരണ്ടി ഇതൊക്കെ കൊണ്ടുവരും. അപ്പൊ ഇപ്പോഴാണ് രാത്രി അരിയും മത്തിയൊക്കെ ഉള്ളത്. അതൊക്കെയാണ് കറി വെച്ചത്. അമ്മമ്മേന്റെ കോഴിക്കോട് ഭാഷ അല്ലേ, എല്ലാവർക്കും മനസ്സിലാവുന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ.
ഞാൻ മലയാളത്തിൽ എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ഇംഗ്ലീഷ് അല്ല അമ്മമ്മേ, ഇവിടെ മലയാളം ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെ നാട്ടിലത്തെ മലയാളം പോലെയല്ല. വേറെ എവിടെയും പോകുമ്പോ അവർക്ക് ചിലപ്പോൾ ഇവിടെ പറയുന്നത് മനസ്സിലാവില്ല. പല ഇതും വേർഡ്സും ചിലപ്പോൾ മനസ്സിലാവില്ല. 100 ഭാഷ. അതന്നെ, അതാണ് സംഭവം. ഇപ്പൊ അമ്മ പറയുന്നത് 6 നാട്ടിലാണ് 100 ഭാഷയുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലായില്ല. ചിലപ്പോ മനസ്സിലാവില്ല, ചില വേർഡ്സ് മനസ്സിലാവില്ല. അങ്ങനെയുള്ള ഒരു കമന്റ് ചെയ്യാൻ പറയും, ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറയാം അതിന്റെ അർത്ഥം എന്താണ്. പറയും അമ്മമ്മ പറയും. അങ്ങനെയുള്ളവർക്ക് കമന്റ് ചെയ്തോളൂ എന്ന് പറയും. ഞാൻ റിപ്ലൈ വിവരിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു. മോള് പറഞ്ഞിട്ട് ഗുഡ്. ഓക്കെ ഗൈസ്, ഞങ്ങളിപ്പോൾ വാഴയില ഏത് വേണം എന്നുള്ള കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. ഇവിടെ കുറേ വാഴ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ് എടുക്കേണ്ടതെന്ന് ഇങ്ങനെ നോക്കിക്കുക. നല്ല ഇല നോക്കി എടുക്കണമല്ലോ അല്ലേ അമ്മമ്മേ? അതവിടെ ഉണ്ട്. ഇതെടുത്തോടെ, നല്ല രസമുണ്ട്, നല്ല വൃത്തിയുള്ളല്ലേ. വാഴേൻ്റെ ഇല അമ്മ ഇങ്ങനെ ഇതാക്കിയിട്ട് പണ്ടൊക്കെ ആക്കലുണ്ടോ വീട്ടിലൊക്കെ ഉള്ള സമയത്ത്? വാട്ടിയിട്ട് മുറിച്ചിട്ട് കഴുകിയിട്ട് ഇപ്പം ഗ്യാസിലാണ് വാട്ടുന്നത്. മറ്റടുപ്പിൽ തീ ഉണ്ടാവും. ആ കണലിൽ അങ്ങോട്ട് കാട്ടി കൊടുത്താല് ഇതെണ്ണം പാടും. ഇപ്പൊ അതില്ലാത്തതിനെ കൊണ്ട് ഗ്യാസിലാണ്. അത് നല്ലോണം വാടിയിട്ടില്ലെങ്കിൽ ഇല പൊട്ടിപ്പോവും. അത് ശരി. ആ കറികളൊക്കെ ഒലിച്ചു. അത് ശരി. നല്ലോണം വാടണം. നല്ലോണം ഈ മഞ്ഞാണ് വാടേണ്ടത്. അല്ലെങ്കിൽ അവിടെയാണ് കയറി പോവുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചത് കേട്ടോ. അതായത് മമ്പയറിന്റെ കറി ഉണ്ട്, അയില വറുത്തതുണ്ട്, കൊണ്ടാട്ടമുളക് ഉണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ട്, പിന്നെ നമ്മുടെ വഴുതനയുടെ ഉപ്പേരി ഉണ്ട്, പിന്നെ ഇത് നമ്മളെ മുരിങ്ങേൻ്റെ ഇലേൻ്റെ കറിയാണ് കേട്ടോ. പരിപ്പും മുരിങ്ങയിലയും കൂടെ കറി വെച്ചതാണ്. പിന്നെ നമ്മുടെ പപ്പടം ഉണ്ട്, അച്ചാറും ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് മീൻസ് പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് ഇതാരാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്? അമ്മമ്മയാണ് കേട്ടോ. അതാ ഇലയൊക്കെ വാട്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇടാം അല്ലേ അമ്മമ്മേ? നമുക്ക് പക്ഷേ മുട്ട ഇല്ലേ അമ്മമ്മേ? മുട്ട ഇല്ലേണ്ടേ പോയി. ഞങ്ങൾ പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയതുകൊണ്ട് മുട്ട കിട്ടിയില്ല. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഒന്ന് വെച്ച് നോക്കാം അല്ലേ? പൊതിച്ചോറ് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, ആദ്യം വെക്ക് കുറച്ച് ചോറ് വിളമ്പാം. ചോറ് വിളമ്പി കേട്ടോ. കുറച്ച് മതി അമ്മമ്മേ, അത്ര വേണ്ട, കുറച്ച് മതി. ഈ അമ്മമ്മേൻ്റെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. ചോറ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മമ്മ ഇടയ്ക്കിടയ്ക്ക് കുറേ തീറ്റിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ തടിക്കുന്നതിൻ്റെ മെയിൻ കാരണം അമ്മമ്മയാണ് കേട്ടോ. അമ്മമ്മേനോട് ചോദിച്ചാൽ അത് എങ്ങനെ തടിക്കണം എന്നുള്ളതിനുള്ള ടിപ്സ്. കാരണം അമ്മമ്മ നന്നായിട്ട് ആൾക്കാരെ തീറ്റിക്കും കേട്ടോ. അതൊരു വക വേറെ കഥ അല്ലേ അമ്മമ്മ പറയണ പോലെ. അപ്പം ഇനി അമ്മമ്മ അച്ചാറാണ് ഇടാൻ പോകുന്നത്. അച്ചാർ ഇട്ടിട്ടോ. ഉപ്പേരി നമ്മളെ വഴുതനേൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് വഴുതനേൻ്റെ ഉപ്പേരി. മതി ഇട്ടമ്മമ്മേ, മതിയേ, കുറേ ഇടല്ലേ, മതി. ഉപ്പേരി. ഇനി എന്താ? ചമ്മന്തി, തേങ്ങാ ചമ്മന്തി. ഓക്കെ, നമ്മളെ വച്ചൽമുളകൊക്കെ ഇട്ടിട്ടുള്ള തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. നമ്മളെ മീൻ പൊരിച്ചത് ഇടാം. മീനിതാ മീൻ പൊരിച്ചത്, അയില പൊരിച്ചതുണ്ട്. അമ്മമ്മയ്ക്ക് അറിയാം പാട്ട്? ഒന്ന് പാടുവോ? എന്നാ ഒന്ന് പാടുവോ? അമ്മമ്മ പാട്. പപ്പടം, അടുത്തത് പപ്പടാണ് വെക്കുന്നത്. പാട് അമ്മമ്മേ. അയില പൊരിച്ചതുണ്ട് പാട്. അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് നല്ല ചെമ്മീൻ കറിയുമുണ്ട്. അടിപൊളി. ഓക്കെ, അപ്പൊ നമ്മള് മീൻ വെച്ചു, പപ്പടം വെച്ചു, ചമ്മന്തി വെച്ചു, അച്ചാറ് വെച്ചു, വഴുതനയുടെ ഉപ്പേരി വെച്ചു. ഇനി അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് മുരിങ്ങയിലേൻ്റെ കറി. കുറച്ചിട്ടാൽ മതി കേട്ടോ അമ്മ, അല്ലെങ്കിൽ ഒഴുകും. മതി. ഓക്കെ, മുരിങ്ങയിലയും പരിപ്പും കൂടെ ഉള്ള കറി വെച്ചു. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ മമ്പയറിൻ്റെ കറിയാണ് കേട്ടോ. അപ്പം മമ്പയറിൻ്റെ കറിയും കൂടെ ഇടാൻ പോവാണേ. കുറച്ച് മതി കേട്ടോ അമ്മേ.
കുറച്ച് മമ്പയറിൻ്റെ കറി ഒഴിച്ചു. അത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അമ്മമ്മ കൊണ്ടാട്ടമുളക് വിട്ടുപോയി. കൊണ്ടാട്ടമുളക് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. കൊണ്ടാട്ടമുളകും കൂടി ആയിട്ടോ. അപ്പം ഇനി നമുക്ക് പൊതിഞ്ഞാലോ? പൊതിയുമ്പോൾ ഒരു പാട്ട് പാടിക്കോളി വേണമെങ്കിൽ. ഒരു പാട്ട് പാടുന്നോ പൊതിയുമ്പോ? അമ്മമ്മേ പണ്ടത്തെ ഒരു പാട്ട് പാടാ അമ്മമ്മ. അതൊക്കെയല്ലേ ഇത് പാടിയത്. അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറിയുമുണ്ട്. മച്ചൂനനെ അടിപൊളി. പണ്ടത്തെ പാട്ടൊന്നും അമ്മമ്മയ്ക്ക് അറിയില്ല. പണ്ടത്തെ ഇതൊക്കെ ഇല്ലേ അമ്മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടുണ്ടല്ലോ കൊറേ. ഏതെങ്കിലുമൊക്കെ ഒരു പാട്ട് പാടാം. എല്ലാരും അറിയട്ടെ അമ്മമ്മയ്ക്ക് പാടാൻ അറിയാന്ന്. പാടിക്കോളി. ഒന്ന് നോക്കാം. ഓക്കെ ഗുഡ്. പാടിക്കോളൂ. കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലൂക്കിയ സുന്ദരി പെണ്ണ് കേട്ടിന് കുറിയെടുക്കുമ്പോൾ മറിക്കിന് ചേർത്തനേ കണ്ണിനാലെന്റെ കരളിനുള്ളിൽ എണ്ണ കാച്ചിയ പമ്പരം കൽവിലെറിഞ്ഞപ്പോൾ ഇന്നു നമ്മൾ കയറ് പൊട്ടിയ പമ്പരം. അത്ര മതിയോ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. എല്ലാരും പറയണേ അമ്മമ്മേന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പത്തേക്ക് ഇതാ നമ്മളെ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് അമ്മമ്മ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പേപ്പറിൽ. അടിപൊളി. ഇനി നമുക്ക് കുറച്ചു നേരം കാത്തിരിക്കല്ലേ അമ്മമ്മേ? ഒരു മണിക്കൂർ മുമ്പ് കാത്തിരുന്നിട്ട് കഴിക്കാം. അപ്പത്തേക്ക് അമ്മമ്മയ്ക്കും നമ്മുടെ വാമിക്കുട്ടിക്കും ഉള്ള പൊതിച്ചോറും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതേ വാമിക്കുട്ടീന്റെ ഇലയും ഇതാ പൊതിഞ്ഞെടുത്തു കേട്ടോ. പപ്പടമൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞെടുത്തുണ്ട്. നോക്കി നിൽക്കാൻ മാമിക്കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ. മുത്തശ്ശി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഇത് മോളെ ഇലയാണോ മുത്തശ്ശി ഉണ്ടാക്കണേ? ഹായ്, കഴിക്കണ്ടേ? ഹായ് ആയിട്ടില്ല കേട്ടോ. വെയിറ്റ് ചെയ്യണേ കുറച്ചു നേരം. വെയിറ്റ് ചെയ്യോ? വെയിറ്റ് ചെയ്യോ. നല്ല മോളാ. മോക്ക് ഇഷ്ടാണോ? മുത്തശ്ശീനെ ഇഷ്ടാണോ? ഇഷ്ട. ഐ ലവ് യു ഉണ്ടോ മുത്തശ്ശീനോട്? എന്നാ മുത്തശ്ശിനോട് ഐ ലവ് യു പറയൂ. അയ്യോ. അപ്പൊ അതേ വാമിക്കുട്ടീന്റെ കുഞ്ഞിലയും നിറച്ചു ആക്കിയിട്ടുണ്ട് കേട്ടോ. അതും അങ്ങനെ പൊതിഞ്ഞു. വാവേന്റെ ഇല പൊതിഞ്ഞോ മുത്തശ്ശി? നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് മുത്തശ്ശീന്റെ ഇലയും കൂടെ ഉണ്ടാക്കണം അല്ലേ വാവേ? അതെ. അത് വാവ ഉണ്ടാക്കി കൊടുക്കുവോ? ആയിട്ടില്ലേ മോളെ? വെയിറ്റ് ചെയ്യണം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. എന്താ അറിയോ, ഇനി മുത്തശ്ശിന്റെ ഇലയും കൂടെ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുക. ഓക്കെ? അയ്യയ്യ, ഇപ്പൊ കഴിക്കാൻ പറ്റില്ല. എന്നാ മൂക്ക് മോള് 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യോ? 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യോ? ഈശ്വര. പൊതിച്ചോറിന് വേണ്ടിയുള്ള ഒരു കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നല്ലോണം കഴിക്കുന്നു. പക്ഷെ ആള് കഴിക്കാനൊന്നും പോണില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ അത് എന്താന്ന് അറിയാനുള്ള ഇതാണ്. അല്ലാണ്ട് കഴിക്കും അമ്മമ്മേ? എവിടെ കഴിക്കാൻ? ലേശം ചോറ് എടുത്തിട്ട് എല്ലാ സ്ഥലത്തും കൊണ്ടു കിടക്കണം. ലേശം കഴിക്കണമെങ്കിൽ ഒരു പാല് പോലും കുടിക്കാൻ സമ്മതിക്കില്ല. അതെ, നമ്മൾ കുറെ നേരം വെച്ച് നമ്മളെ പൊതിച്ചോറ് ഇനി എടുക്കാൻ പോവാട്ടോ. തുറന്നു നോക്കാം അല്ലേ? തുറക്ക് നമുക്ക് പൊതിച്ചോറ്. തുറക്കാം. ആയിട്ടില്ല. ഇവിടെ വെക്ക്. വാഷ് ആദ്യം. കൈ വേഗം പോയിട്ട് വാഷ് ചെയ്തോ. വേഗം വാഷ് ചെയ്തോ. ആദ്യം നമ്മളെ വാമിക്കുട്ടീനെ പൊതിച്ചോറ് തന്നെ കൊടുക്കാട്ടോ അല്ലേ? ഇവിടേക്ക് അടുത്തേക്ക് ഇരിക്കേ. ഓപ്പൺ ചെയ്യട്ടെ അമ്മ? ഞാൻ ഓപ്പൺ ചെയ്യണ്ട, അമ്മ ഓപ്പൺ ചെയ്തരാം. തുറക്ക്. വേണ്ട, അമ്മമ്മ തുറന്നു കൊടുക്കി. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ മൊത്തം വൃത്തിയേടാക്കും. സ്മെല് ചെയ്തോക്ക് തക്കു. സ്മെല് ചെയ്തോക്ക്. സ്മെല്ലുണ്ടോ? അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഹായ്. എന്നാ മുത്തശ്ശി വായിൽ കൊടുത്തോ വാവയ്ക്ക് പൊതിച്ചോറ്. മാവേ മുത്തശ്ശി തരൂ.
എന്താ ഇതാ ഇതാ മീന് 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 മീൻ കണ്ടാൽ അങ്ങനെയാ വലിയ ഇഷ്ടാ. ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാ. ഇതാ മുള്ളിട്ട് മുള്ള് പോക്കി കൊടുത്തില്ലെങ്കിൽ നാക്കിലേക്ക് മുള്ളുന്നിടും. അതെ, മുത്തശ്ശി മുള്ളു പോക്കി തരൂ കേട്ടോ. കഴിച്ചോ. പൊതിച്ചോറ് എങ്ങനെയുണ്ട് വാവേ? നല്ല ടേസ്റ്റ് ഉണ്ടോ? വാവ്. ഞാൻ അമ്മ കഴിക്കട്ടെ. അമ്മയും മുത്തശ്ശിയും കഴിക്കട്ടെ. അപ്പൊ ഇനി എന്റെ പൊതിച്ചോറ് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അമ്മ ഓപ്പൺ ചെയ്യട്ടെ. ആ, അമ്മ ഓപ്പൺ ചെയ്യണ്ട്. തുറക്ക വെയിറ്റ് ചെയ്യൂ. അമ്മ തുറക്കട്ടെ. എന്റെ പൊന്നെ തക്കു. വായില് വെള്ളം വന്നിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അടിപൊളി മീന്. അങ്ങനെ ദേ നമ്മുടെ സിമ്പിൾ പൊതിച്ചോറ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അല്ലേ വാവേ? എന്താ കുറച്ച് ചോറ്, കുറച്ച് മീൻ പൊരിച്ചത്, കുറച്ച് ചമ്മന്തി, മുളക്, വറ്റൽ മുളക്, കൊണ്ടാട്ടം മുളക്, അച്ചാറ്, പപ്പടം, ഉപ്പേരി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കറീൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പിടി. അതിൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല, അടിപൊളിയാ. എനിക്കില്ലേ ഇതുണ്ടാക്കിയതിൻ്റെ ശേഷം ഞാൻ ഇങ്ങനെ ടൈം നീക്കി കൊണ്ടുപോയത്. എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കാനുള്ള ടൈം ആയാൽ മതിയായിരുന്നു. 1 മണിക്കൂർ ഞാൻ എങ്ങനെയോ ആണ് പിടിച്ചു നിന്നത്. അമ്മമ്മയ്ക്ക് കഴിക്കാനാവാത്തതുകൊണ്ട് അമ്മമ്മ കഴിക്കില്ല കേട്ടോ. എന്തായാലും അമ്മമ്മയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണ്ടേ നമ്മൾ. ഇത് കഴിച്ചു നോക്കിയ അമ്മമ്മ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം കൂടെ പാചകം ചെയ്ത് എല്ലാം കൂടെ കൂട്ടി കുഴച്ച് തിന്നുമ്പോൾ നല്ലൊരു സാധനം അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? ആ വാഴല ഇട്ടുകൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് വന്നത് ശരിക്കും അല്ലേ? എന്താടാ എന്താ പറയണേ? അപ്പം എല്ലാരും വീട്ടിൽ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല രസമാണ് അല്ലേ? അമ്മമ്മയെ കഴിക്കാൻ വേണ്ടിയിട്ട് അധികം കറികളൊന്നും വേണ്ട, ഉള്ളത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരിക്കും. മുട്ടയൊക്കെ പൊരിച്ചിട്ടാൽ കൂടുതൽ രസം ഉണ്ടാവും കേട്ടോ. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ. പൊതിച്ചോറില്ലെങ്കിലും വാഴ ഉള്ളവർക്ക് വാഴല മുറിച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്ത് ചോറുണ്ണാം. ചോറുണ്ണാം. അത് നല്ലൊരു നമ്മൾ സദ്യക്കൊക്കെയാണ് ചെയ്യല്, ദിവസം അത് ചെയ്യലില്ല. ഞാൻ ദിവസം ചെയ്യുന്നതിനും കുഴപ്പമില്ല. വാഴല നല്ല സാധനമല്ലേ? എല്ലാരും വീട്ടിൽ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല രസമാണ് അല്ലേ? അമ്മമ്മയെ കഴിക്കാൻ വേണ്ടിയിട്ട് അധികം കറികളൊന്നും വേണ്ട, ഉള്ളത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരിക്കും. മുട്ടയൊക്കെ പൊരിച്ചിട്ടാൽ കൂടുതൽ രസം ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ ഫ്രം മാമീസ് മമ്മ. ബൈ പറയൂ.